നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, അതായത് സൈൻ പൈ പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സൈൻ പൈ പ്ലസ് മാത്രമാണ് നോക്കണുള്ളത്. പൈ പ്ലസും പൈ മൈനസും അതാണ് നമ്മളിന്ന് നോക്കണത്. ഓക്കെ, അതെല്ലാ ട്രിഗ്നോമെട്രിക്കിൻ്റെ കേസിലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, എത്ര ക്വാഡ്രൻ്റ് ഉണ്ട്? 1 2 3 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ, ആൻഡ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ആംഗിൾ ഇതിനകത്ത് മെഷർ ചെയ്യാൻ പോണത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പിന്നെ അതാ ഞാൻ ഇവിടെ എങ്ങനെയാണ് ആംഗിൾസ് എടുക്കുന്നത് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് 0, നമ്മൾ പ്രൊട്രാക്ട് ചിന്തിച്ചാൽ മതി. 0-ൽ തുടങ്ങി പിന്നെ ഇവിടെ എത്തുമ്പോൾ എത്രയുണ്ടാവും? 90 ഉണ്ടാവും. ഓക്കെ, 90 എന്ന് പറഞ്ഞാൽ π/2 ആണ്. ഓക്കെ, പിന്നെയും അപ്പം ഇത്രയും പോർഷൻ 90 ആണ്. അപ്പം ഇത്രയും ഭാഗം എന്ത് തന്നെ ഇരിക്കും? 90 അല്ലേ? അപ്പം ശരിക്കും 90 കൂടിയാണ് പോയിക്കൊണ്ടിരിക്കണത്, ശരിയല്ലേ? ഇപ്പം ഇങ്ങോട്ട് 90, അപ്പം ഇവിടം വരെ 90. ഇപ്പം ഇവിടെ എത്രയുണ്ടാവും? ഇവിടെ പൈ, അതായത് π/2 + π/2 പൈ. ഓക്കെ, പിന്നെയും എന്താ കൂടിക്കൊണ്ടിരിക്കണത്? പിന്നെ ഒരു 90 കൂടിക്കൊണ്ടിരിക്കണത്, ശരിയല്ലേ? അപ്പോൾ π/2 + π/2 + π/2 3π/2. പിന്നെയും എന്താണ്? π/2 + π/2 + π/2 + π/2 4π/2 ആയി അല്ലേ? ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ എത്ര π/2 ഉണ്ട്? 1 2 3 4 π/2 ആയി. അപ്പം എന്തായി? 2π. ഓക്കെ, അങ്ങനെ π/2 കൂടിയാണ് പോകണം. പിന്നെ ഞാൻ π/2 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ എത്ര വരും? 5π/2. ഇവിടെ എത്ര വരും? 6π/2. 6π/2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 6π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3π. അപ്പോൾ ഇവിടെ 3π വരും. പിന്നെയും π/2 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 7π/2. പിന്നെ ഇവിടെ 8π/2. 8π/2 എന്ന് പറഞ്ഞാൽ എന്താ? 4π. അങ്ങനെ കറങ്ങി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ 0, ഇത് π/2, ഇത് പൈ, ഇത് 3π/2, പിന്നെ ഇത് കറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്കും 2π. ഇത്രയും നമുക്ക് അറിഞ്ഞാൽ മതി. ബാക്കി നമ്മൾ π/2 കൂട്ടി എവിടെയാണ് ഏതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരുന്നതെല്ലാം ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അതായത് 0, 2π, 4π, 6π അങ്ങനെയുള്ളതായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ വരുന്നതൊക്കെ ഓഡ് നമ്പേർഡ് ആയിരിക്കും. അതായത് പൈ, 3π, 5π അങ്ങനെ. ഓക്കെ, അങ്ങനെ ആയിരിക്കും പോണത്. ആൻഡ് ഇവിടെ വരുന്നത് 3π കഴിഞ്ഞാൽ 7π/2, 11π/2 അങ്ങനത്തേക്ക് ഇരിക്കും ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ വരുന്നത് π/2, 5π/2, 9π/2 ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ സൈഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇതെങ്ങനെ കിട്ടുന്ന അറിയാൻ വേണ്ടി ജസ്റ്റ് π/2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം മനസ്സിലാവും എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഓക്കെ, സിമ്പിളാണ്. 0-നോട് π/2 ആഡ് ചെയ്തപ്പോൾ ഇവിടെ π/2 കിട്ടി. അവിടെ π/2-നോട് പിന്നെയും π/2 ആഡ് ചെയ്ത് കൊടുക്കണത്. ഓക്കെ, അപ്പം എന്ത് കിട്ടും? 2π/2, അതായത് പൈ ആണ്. ഓക്കെ, π/2 ഇവിടെ എനിക്ക് കിട്ടി. അതിനോട് കൂടി പിന്നെയും π/2 ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പം എന്തുണ്ട്? π + π 2π/2. 2 ക്യാൻസൽ ആയി, ബാക്കി എന്തുണ്ട്? പൈ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പൈനോട് പിന്നെ ഞാൻ π/2 ആഡ് കൊടുക്കുകയാണ്. അതായത് π + π/2. അപ്പോൾ എന്തെന്ന് വരും? 2 ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ 2π + π 3π/2. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെയും π/2 ആഡ് കൊടുക്കുക. 3π/2 + π/2 എന്ത് വരും? 4π/2. 4π/2ഉം 2 ക്യാൻസൽ ആവുമല്ലോ. അപ്പം എന്ത് വരും? 2π. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെയും π/2 ആഡ് കൊടുക്കുമ്പോൾ 5π/2. പിന്നെയും 5π/2നോട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 5π. അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള സംഭവം. ഇത് ആദ്യം അറിയണം. ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള എളുപ്പത്തിനുണ്ട് ഞാൻ ഇതിങ്ങനെ കൊടുത്തിരുന്നത്, ഈ പിക്ചർ. ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം, ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ക്വാഡ്രൻറ്റ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സൈൻ പൈ + തീറ്റ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഓക്കെ, പൈ പ്ലസ് എന്നാണ് വന്നേക്കണത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ഇവിടെയുള്ള സംഭവം, ഒന്ന് ഇവിടെയുള്ള സംഭവം. പിന്നെ പൈ പ്ലസ് ആണോ മൈനസ് ആണോ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വാഡ്രൻറ്റ് വരക്കാം. ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്: ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. പിന്നെ ഈ കാര്യം ഓർത്ത് വെക്കണം, അതായത് ഓൾ സിൽവർ ടീ കപ്സ്. ഇവിടെ എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവാണ്. ഇവിടെ സൈനും പിന്നെ കൊസീക്കും പോസിറ്റീവാണ്. ഇവിടെ ടാനും കോട്ടും പോസിറ്റീവാണ്. ഇവിടെ കൊസീക്കും
കൊസീക്കല്ല, സീക്കും കോസും പോസിറ്റീവാണ്. ഓക്കെ, ഓരോന്നും അതിൻ്റെ റെസിപ്രോക്കൽ ഫങ്ഷൻസുമാണ് പോസിറ്റീവായിട്ട് കിട്ടുന്നത്. ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇവിടെ മാത്രമേ എല്ലാം പോസിറ്റീവ് ഉള്ളൂ. ഓക്കെ, ബാക്കി ഇവിടെ സൈനും കൊസീക്കും ഒഴികെ ബാക്കി എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ടാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ക്വാഡ്രൻറ്റിൽ ടാനൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ഓരോരോ ക്വാഡ്രൻറ്റിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറഞ്ഞത്? സൈൻ പൈ പ്ലസ് തീറ്റ എന്നാ പറഞ്ഞത് അല്ലേ? സൈൻ പൈ പ്ലസ് തീറ്റ. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതെന്താണെന്ന് നോക്കണം. പൈ ആണ്, അതായത് ഈ ആക്സിസ് ആണ്, ഇങ്ങനെ കിടക്കുന്ന ആക്സിസ് ആണ് അല്ലേ? ആ ആക്സിസിലാണെങ്കിൽ ഇവിടെ എന്താണോ അത് തന്നെയായിരിക്കും പിന്നെയും വരാൻ പോണത്. ഓക്കെ, ആദ്യം നമ്മൾ ഇത് നോക്കണത്, ആദ്യം ഇവിടെ കിടക്കുന്ന സംഭവം ഞാൻ നോക്കണം. ആ സംഭവം ഈ ആക്സിസിൽ വരുന്നതാണെങ്കിൽ, അതായത് ഒന്നല്ലെങ്കിൽ ഈ അറ്റത്ത് വരുന്നത് അല്ലെങ്കിൽ ഈ എൻഡിൽ വരുന്നത്, അങ്ങനത്തെ ഏതെങ്കിലും ആണെങ്കിൽ ഇവിടെയുള്ള ആ എന്താണോ അത് തന്നെ പിന്നെയും വരും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് ഈ സിമ്പിളാണ്, നടുക്കത്തെ സിമ്പിൾ പൈ പ്ലസ് ആണ്. പൈ അപ്പം എവിടെയുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. പൈ ഈ സൈഡിലുള്ളതാണ്, ശരിയല്ലേ? പൈ ഇവിടെ വരുന്നത്. പൈ പ്ലസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോണത്? പൈയിൽ നിന്ന് പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻറ്റിൽ വരുന്നത്? തേർഡ് ക്വാഡ്രൻറ്റിലാണ്. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റിൽ നമ്മുടെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, ശരിയല്ലേ? അപ്പം നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ എന്താണ് ആംഗിൾ? അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പം എന്താ ആൻസർ? മൈനസ് സൈൻ തീറ്റ. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇത് തന്നെ മൈനസിൻ്റെ കേസ് നമുക്ക് നോക്കാം. അതായത് സൈൻ പൈ മൈനസ് തീറ്റ എന്ത് വരും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യം നോക്കേണ്ടത്, ആദ്യം ഇവിടെയുള്ള ആളാരാന്ന് നോക്കണം. പൈ ആണ്. അത് നമുക്കറിയാം. പൈ എവിടെ വരുന്നത്? ഇവിടെ പൈ വരുന്നത് അല്ലേ? അതായത് ഈ ഹൊറിസോണ്ടൽ ആക്സിസിലാണ് പൈ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളാരാണോ അത് തന്നെ എഴുതുക, അതിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, എന്നിട്ട് ഈ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇയാൾ ലൊക്കേറ്റ് ചെയ്യുക. അതായത് ഇയാൾ ഇവിടെ വരുന്നത് നമുക്കറിയാം, ശരിയല്ലേ? ഇനി പൈ പ്ലസ് ആണോ പൈ മൈനസ് ആണോ നോക്കണം. പൈ എന്താ? മൈനസ് ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് പോകണം? പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ പോവുക. ഓക്കെ, പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ അവിടെ കൊണ്ട് നമ്മളിങ്ങനെ വെക്കുക. പ്ലസ് ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകണം. ഓക്കെ, മൈനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ബാക്കോട്ട് പോകണം. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളെപ്പോഴും ആംഗിൾ മെഷേഴ്സ് എടുക്കുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കണം, ബാക്കോട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ പൈ മൈനസ് എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും? ഈ ക്വാഡ്രൻറ്റിലായിരിക്കും. ഈ ക്വാഡ്രൻറ്റിൽ സൈൻ എന്താണ്? നമുക്ക് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് സൈൻ തീറ്റ. ഈ ആംഗിളും വ്യത്യാസം ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ വരും. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെയാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. ഓരോന്നും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് ഓരോ ഫങ്ഷൻസ് എടുത്തിട്ട് ഓരോ ക്വാഡ്രൻറ്റിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ.